എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് അന്ന മരിയ മനോജ്. അപ്പോൾ ഞാൻ ഇന്നിവിടെ നിൽക്കുന്നത് ഉപ്പുതറ ഈറ്റക്കാനം എന്ന സ്ഥലത്താണ്. നമ്മളെല്ലാവരും കേട്ടായിരുന്നു വയനാട്ടിൽ സംഭവിച്ച ആ ദുരന്തത്തെക്കുറിച്ച്, അല്ലേ? അപ്പോൾ അവിടുത്തെ ആ കൊച്ചു കുട്ടികൾക്ക് വേണ്ടി മാതൃത്വത്തിൻ്റെ നനവെത്തിച്ചു കൊടുത്ത ഭാവന സജിൻ്റെ കുടുംബത്തിൻ്റെ മുന്നിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. നമുക്കെല്ലാവർക്കും അവരുടെ വിശേഷങ്ങളൊക്കെ ചോദിച്ച് അവരെ ഒന്ന് പരിചയപ്പെടാം. ഹലോ, എല്ലാവർക്കും എന്നാണ്ട് വിശേഷമൊക്കെ? സുഖമാണോ? സുഖമായിട്ടിരിക്കുന്നു. ഭാവന ചേച്ചി, ഓക്കെ ചേച്ചി. അപ്പം ഇങ്ങനെ ഒരു വാർത്ത കേട്ടപ്പോഴത്തേക്കും എല്ലാവർക്കും ഇതാരാണെന്നൊക്കെ അറിയാനായിട്ട് നല്ല ആകാംക്ഷ ഉണ്ടായിരുന്നു. അപ്പോൾ ചേച്ചിയുടെ കുടുംബത്തെ ഒന്ന് പരിചയപ്പെടുത്തൂ. എൻ്റെ പേര് ഭാവന. ഇത് എൻ്റെ ഹസ്ബൻഡ് സജിൻ. ഞങ്ങൾക്ക് 2 കുഞ്ഞുങ്ങളാണുള്ളത്. മൂത്ത മോള് ഇവാഞ്ചലീന, 4 വയസ്സ്. രണ്ടാമത്തെ കുഞ്ഞ് എൽജിൻ, അവന് 4 മാസം. 4 മാസം, ഓക്കെ. അപ്പം ഇവാഞ്ചലീന LKG പഠിക്കുന്നു. ഓക്കെ ചേച്ചി. അപ്പം അത്രയും ദുരന്തം സംഭവിച്ചൊരു സ്ഥലമായിരുന്നു. അപ്പോൾ അവിടേക്ക് എത്തിപ്പെടാനായിട്ടൊക്കെ എങ്ങനെയാണ് സഹായിച്ചത്? അത് ബുദ്ധിമുട്ടായിരുന്നോ അങ്ങോട്ടുള്ള യാത്ര? എങ്ങനെയാണ് ഇങ്ങനെ ഒരു വിവരത്തെ പറ്റിയൊക്കെ അറിഞ്ഞത്? അതൊക്കെ ഒന്ന് പറയാമോ? നമ്മളിങ്ങനെ ഒരു ദുരന്തം സംഭവിച്ച തൊട്ട് നമ്മളിങ്ങനെ TV അല്ലെങ്കിൽ മറ്റ് മാധ്യമങ്ങൾ വഴി നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. അപ്പോൾ ഞങ്ങളിങ്ങനെ ഒരു മനോരമ ന്യൂസിൻ്റെ അടിയിൽ അവിടെ ഒരുപാട് സഹായങ്ങൾ എത്തുന്നതായിട്ട് നമ്മൾ കണ്ടു. പിന്നെ ഒരുപാട് പേര് അപകടത്തിൽപ്പെട്ടു, അങ്ങനെയെല്ലാം കണ്ടു. അപ്പോൾ ഞങ്ങൾക്ക് 4 മാസം പ്രായമുള്ളൊരു കുഞ്ഞുണ്ട്. അപ്പോൾ ഞങ്ങൾ എന്താണെന്ന് വെച്ചാൽ മറ്റെല്ലാ രീതിയിൽ അവർക്ക് സഹായങ്ങൾ എത്തുന്നുണ്ട്. അപ്പോൾ കുഞ്ഞുങ്ങളുടെ കാര്യം ഓർത്തപ്പോൾ മറ്റെന്തെങ്കിലും ഫുഡിനേക്കാളും നല്ലത് മുലപ്പാൽ തന്നെയാണെന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ മുലപ്പാൽ തന്നെയാണല്ലോ നല്ലത്. അപ്പോൾ അങ്ങനെ ഒരു ചിന്തയിൽ നിന്ന് ഞാനും ഹസ്ബൻഡും കൂടെ മനോരമ ന്യൂസിൻ്റെ അടിയിൽ ഇങ്ങനെ ഒരു കമൻ്റായിട്ട് ഇടുകയായിരുന്നു. ഇങ്ങനെ കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ ഞങ്ങൾ റെഡിയാണ്, ഞങ്ങളവിടെ വന്ന് കുഞ്ഞുങ്ങളെ നോക്കാനും മുലപ്പാൽ നൽകാനും സന്നദ്ധരാണെന്ന് അറിയിച്ചുകൊണ്ടൊരു കമൻറ്റ് ഇടുകയുണ്ടായി. അങ്ങനെയാണ് ഞങ്ങൾ വയനാട്ടിലേക്ക്, ആ ഒരു കമൻറ്റിൻ്റെ ഇതിലാണ് ഞങ്ങൾ വയനാട്ടിലേക്ക് എത്തിയതല്ലേ? അപ്പം ഇതെന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര സ്നേഹവും നന്മയൊക്കെ മനസ്സിലുള്ള ആൾക്കാർക്ക് ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ പറ്റത്തുള്ളൂ. ഒക്കെ ചേച്ചി, അപ്പോൾ ഇങ്ങനെ ഒരു വാർത്ത കേട്ടപ്പോഴത്തേക്കും അഭിനന്ദനങ്ങളും വന്നു, അല്ലാതെ കുറേ പ്രശ്നങ്ങളൊക്കെ ആയിട്ടും വന്നു. അപ്പം അതിനെയൊക്കെ എങ്ങനെയാണ് ഫേസ് ചെയ്തത്? എങ്ങനെയാണ്? ഞങ്ങൾ അഭിനന്ദനങ്ങൾ ഞങ്ങൾ സ്വീകരിച്ചു. പക്ഷേ നെഗറ്റീവ്സ് ആയിട്ട് ഒരുപാട് വന്ന് ഞങ്ങൾ അന്നേരം മൈൻഡ് ചെയ്തേ ഇല്ല. അതായത് ഇങ്ങനെ ഒരു ദുരന്തം നടന്നിരിക്കുന്ന സമയത്ത് പോലും ഇങ്ങനെ നെഗറ്റീവ്സ് പറയാൻ, അതായത് വളരെ മോശമായിട്ട് നെഗറ്റീവ്സ് പറയുന്നവരെ എന്താ നമ്മൾ പറയുക, അത് അവർക്ക് ആ സാഹചര്യം വരുമ്പോഴേ അവർ അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കത്തുള്ളൂ. നമ്മളതിനെ മൈൻഡ് ചെയ്യാതിരിക്കുക, നമ്മൾ നന്മ ചെയ്യുക എന്നുള്ളൊരു കാര്യം. ശരി. അപ്പൊ ഏതൊരു കാര്യത്തിലാണേലും, ഇപ്പൊ ഇങ്ങനെ ഒരു കാര്യമൊന്നല്ല, ഏതൊരു കാര്യത്തിലാണേലും ഒരു നല്ല കാര്യമുണ്ട്, നെഗറ്റീവ് ഉണ്ട്. പക്ഷെ ആൾക്കാരെ ഏത് കാര്യത്തിന് നെഗറ്റീവ് കണ്ടുപിടിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ അതിനൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട്, അതിപ്പോൾ ഇതിന് മുൻകരുതൽ എടുത്തായിരുന്നു, ഇപ്പം ഇങ്ങനെയൊക്കെ വന്നേക്കാം, പക്ഷെ അതിനെ ഒന്ന് മൈൻഡ് ചെയ്യേണ്ടെന്നൊക്കെയുള്ള ആ ഒരു മനസ്സിൻ്റെ ഒരു ശക്തിയോ അതിനെയൊക്കെ അഭിനന്ദിക്കാൻ മാത്രമേ പറ്റത്തുള്ളൂ കേട്ടോ. അതിന് സപ്പോർട്ടായിട്ട് നിൽക്കുന്ന ഹസ്ബൻഡ് സഞ്ജേട്ടൻ. അപ്പോൾ വളരെ സന്തോഷമുണ്ട് ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോഴത്തേക്കും. ഓക്കെ, അപ്പോൾ അവിടുത്തെ കുട്ടികൾക്ക് അങ്ങനെ പാൽ കൊടുത്തായിരുന്നല്ലോ. അപ്പോൾ ആ കുട്ടികളെ പറ്റി ഇപ്പോൾ എങ്ങനെയാ ചിന്തിക്കുന്നുണ്ടോ? അവരെ ചിന്തിക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് തിരിച്ച് വന്നിട്ട് പോലും നമുക്ക് ഭയങ്കര ഒരു വിഷമമാണ്. എന്തോ നമ്മുടെ അടുത്ത ആൾക്കാർക്ക് സംഭവിച്ചതുപോലെ ഭയങ്കര വിഷമം. അപ്പോൾ വീണ്ടും നമ്മൾ വീട്ടിൽ വന്നിട്ട് പിന്നെ TV ഇങ്ങനെ ഇത് പിന്നെ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ അവിടുത്തെ ആ ഇത്. അപ്പോൾ ഭയങ്കര ഒരു വിഷമമാണ്. കുഞ്ഞുങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോഴും നമുക്ക് ചെന്നിട്ട് ഇതൊക്കെ ചെയ്തു കൊടുക്കാനൊക്കെ സാധിച്ചു. പക്ഷേ പിന്നെയും മുന്നോട്ട് അവരുടെ കാര്യങ്ങൾ അവർക്ക് ഓർക്കുമ്പോൾ മനസ്സിലൊരു വിഷമം, സങ്കടം അല്ലേ? എന്തായാലും ഒരു അമ്മയെപ്പോലെ അത്രയും കുഞ്ഞുങ്ങൾക്ക് കുറച്ച് നേരത്തേക്കാണെങ്കിൽ പോലും അവരെ അത്രയും നോക്കിയിട്ട് മാറുമ്പോഴത്തേക്കും ഒരു സങ്കടം, അതായത് ഒരു അമ്മയ്ക്കുണ്ടാവുന്ന ഒരു ബുദ്ധിമുട്ടും സങ്കടമൊക്കെ മനസ്സിലുണ്ട് അല്ലേ? അപ്പോൾ ഇനി ഒരിക്കൽ കൂടി അവരെയൊക്കെ കാണാനായിട്ടൊക്കെ ആഗ്രഹമുണ്ടോ? കുഞ്ഞുങ്ങളെ കാണാനായിട്ട് ആഗ്രഹമുണ്ടല്ലേ? സൈൻചേട്ടാ, അപ്പോൾ നമ്മുടെ ഭാവന ചേച്ചിക്ക് അത്രയും സപ്പോർട്ടായിട്ട് അത്രയും സ്നേഹത്തോടെ നിൽക്കുന്നതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു നല്ല കാര്യം ചെയ്യാനായിട്ടൊക്കെ അങ്ങനെയൊക്കെ സാധിച്ചത്. അപ്പോൾ ഇങ്ങനെ ആ ഒരു വയനാട് ദുരന്തബാധിത പ്രദേശത്തേക്ക് എത്തിപ്പെടാനായിട്ട് എങ്ങനെയായിരുന്നു? അതിനൊക്കെ ആരാണ് സഹായിച്ചത്? എന്തൊക്കെ ബുദ്ധിമുട്ടുകളിലൂടെയാണ് നിങ്ങൾ അവിടെ ചെന്നത്? അതൊക്കെ ഒന്ന് പങ്കുവെക്കാമോ? ഞങ്ങൾ ഇവിടുന്ന് യാത്ര തിരിക്കുന്നത്, ഞങ്ങൾ ഉപജീവനമാർഗം ഉപയോഗിക്കുന്ന ഒരു പിക്കപ്പ് ഉണ്ട്. ആ പിക്കപ്പിലാണ് ഞാനും 2 പിള്ളേരും വൈഫ് കൂടെ യാത്ര തിരിക്കുന്നത്. ഞങ്ങൾ ഇവിടുന്ന് പോകുമ്പോൾ മുതൽ ആളുകൾ ഒത്തിരി പേര് സപ്പോർട്ടുണ്ട്. നമുക്ക് അന്നേരം നമ്മുടെ കയ്യിൽ കുറച്ച് സാമ്പത്തികം ഉണ്ടായിരുന്നു, അത് വെച്ച് ഡീസൽ അടിച്ചു. അങ്ങനെയാണ് ഞങ്ങൾ അവിടെ എത്തിപ്പെട്ടത്. വഴിക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക, അവിടെ വണ്ടി കടത്തി വിടലൊക്കെ പാടായിരുന്നു.
അപ്പം നമുക്ക് അവിടെ പോലീസ് ഉദ്യോഗസ്ഥരാണേലും എല്ലാവരും നല്ല സപ്പോർട്ടീവ് ആയിട്ടാണ് നമ്മൾ ആ ക്യാമ്പിൽ എത്തുന്നിടം വരെ ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഇല്ലായിരുന്നു അവിടെ. അത് പോലീസ് ഉദ്യോഗസ്ഥരാണേലും നമുക്ക് അവിടെ സൈന്യം തടയുന്നവരുണ്ടായിരുന്നു, അവരാണേലും നമ്മളെ കാര്യം പറഞ്ഞു കഴിയുമ്പോൾ നമ്മളെ കടത്തി വിടുമായിരുന്നു. യാതൊരു തരത്തിലുള്ള പ്രശ്നമില്ലാതാണ് അവിടെ എത്തിപ്പെട്ടത്. അപ്പൊ എല്ലാരും നല്ല വിധത്തില് സപ്പോർട്ടീവ് ആയിരുന്നു അല്ലേ? അതെ അതെ. അപ്പോൾ ഇടുക്കിന്ന് അതിപ്പോ വയനാട് നമ്മളൊക്കെ ചിന്തിക്കുമ്പോൾ അവിടെ അത്രയും ദുരന്തം നടക്കുവാണ്. അപ്പോൾ അങ്ങനെയൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നിങ്ങളുടെ ഒരു നല്ല മനസ്സ്, നിങ്ങളൊരു നല്ല കാര്യത്തിന് വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ പോകാൻ തുടങ്ങിയത്. അപ്പം ഇടുക്കിന്ന് വയനാട് വരെയുള്ള യാത്ര അതെങ്ങനെയായിരുന്നു? മഴയൊക്കെ അല്ലായിരുന്നോ? അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ടുകളും. ഇടുക്കിന്ന് ഞങ്ങൾ ഇവിടുന്ന് രാത്രി ഏകദേശം ഒരു 12 മണിയാകുമ്പോഴാണ് യാത്ര തിരിക്കുന്നത്. ഞങ്ങൾ പിറ്റേ ദിവസം ഉച്ചയായപ്പോഴത്തേനും മേപ്പാടി ക്യാമ്പിൽ. വഴിക്ക് മഴ ഉണ്ടായിരുന്നു. ഞങ്ങൾ വയനാട് ചുരം കയറാൻ തുടങ്ങിയ മഴ അന്ന് രാത്രി വരെ മഴയായിരുന്നു. അപ്പൊ കാലാവസ്ഥ എന്താ പറയാ, നമുക്ക് ഒരു യാത്രയ്ക്ക് ഒരു തരത്തിലും തടസ്സമില്ലായിരുന്നു. എല്ലാ തരത്തിലും നമുക്ക് അനുകൂലമായിട്ട് തന്നെയാണ്. കാരണം മഴ പെയ്യുന്നുണ്ടെങ്കിൽ പോലും നമുക്ക് അതിനൊക്കെ സഹായം ചെയ്തു തരാൻ ഇഷ്ടം പോലെ ആളുകൾ ഉണ്ടായിരുന്നു. അവിടെയാണ് നമ്മളവിടെ എത്തിപ്പെടാൻ. അല്ലേ നമ്മൾ ചിലപ്പോൾ ചുരത്തിന് താഴെ വരെ എത്തിയിട്ട് നമ്മൾ തിരിച്ചു പോകേണ്ട അവസ്ഥ ഉണ്ടാവും. പക്ഷെ അത് അവിടെയൊക്കെ നമ്മളെ സഹായിച്ച ഒത്തിരി പേരുണ്ട്. നമ്മളെ അവിടെ എത്തിക്കാനും നമ്മളെ ക്യാമ്പിലേക്ക് കടത്തി വിടാനും ഒക്കെ നമ്മളെ സഹായിച്ച ഒത്തിരി പേരുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെയാണ് മറ്റുള്ളവരുടെ സഹകരണം കൂടെ കൂടി ചേർന്നപ്പോഴാണ് ഇതിൽ വിജയം കണ്ടെത്താൻ പറ്റിയത്. ശരിക്കും പറഞ്ഞാൽ ദൈവം ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന ഒരു നിമിഷം തന്നെ പറയാല്ലേ? അതെ അതെ, തീർച്ചയായും. അതേ ക്ലേശങ്ങളെല്ലാം മാറ്റി എല്ലാ സാഹചര്യങ്ങളും അനുകൂലമാക്കി അവരെ സഹായിക്കാനായിട്ട് അല്ലെ, തടസ്സങ്ങളൊന്നും കൂടാതെ. എന്നാൽ തടസ്സങ്ങളില്ല, അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. ഇടുക്കിന്ന് വയനാട് വരെ എത്തണം, അപ്പോൾ വഴിയിലെ ബുദ്ധിമുട്ടുകൾ എങ്ങനെയൊക്കെ പറഞ്ഞാലും നിങ്ങളുടെ മനസ്സിലെ ഒരു ആഗ്രഹവും നന്മയൊക്കെ വെച്ചിട്ട് എല്ലാം അനുകൂലമായിട്ട് അവിടെ എത്തിച്ചേരാനായിട്ടും ഇങ്ങനെയൊക്കെ ഒരു സഹായം കൊടുക്കാനായിട്ടും ഒക്കെ പറ്റി അല്ലേ? ഓക്കെ, അതിൽ നിങ്ങൾ സന്തോഷവാന്മാരാണ് അല്ലേ? തീർച്ചയായിട്ടും. അപ്പോൾ ചേച്ചി ഇങ്ങനെ ഒരു തീരുമാനം എടുത്തപ്പോൾ അതിനിപ്പോൾ സപ്പോർട്ടായിട്ട് നിൽക്കാനായിട്ട് ഹസ്ബൻഡ് എന്നുള്ള നിലയിൽ സജിൻ ചേട്ടന് ആദ്യമേ തന്നെ സന്തോഷമായിരുന്നു ഭാര്യ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തതിൽ? അതെ അതെ, തീർച്ചയായും. ഞങ്ങളിത് വാർത്ത കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ഇങ്ങനെ ഞങ്ങൾ രണ്ടുപേരോട് ആലോചിച്ചിട്ടാണ് അന്നേരം തന്നെ ഞാൻ ജസ്റ്റ് ഒരു കമന്റ് ആയിട്ടാണ് ഒരു ന്യൂസിന് എഴുതിയത്. പക്ഷെ അതൊരു 5 മിനിറ്റ് കൊണ്ട് തന്നെ അത് ന്യൂസായി കയറിപ്പോയി. പക്ഷെ നമ്മളിത് പ്രതീക്ഷിക്കുന്നില്ല. പക്ഷെ 10-15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമുക്ക് കോളുകൾ വരാൻ തുടങ്ങി. അന്നേരമാണ് നമ്മൾ അറിയുന്നത് ഇതിൻ്റെ കൂടെ ന്യൂസായി കാര്യങ്ങളാണ്. ഞങ്ങൾ ഏകദേശം ഒരു 10-10:30 കൂടിയാണ് ഈ ഒരു കമന്റ് ഇടുന്നത്. ഒരു 12 മണി ആയപ്പോഴത്തേനും 1.5 മണിക്കൂർ കൊണ്ട് ഞങ്ങൾക്ക് പുറപ്പെടേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. അവിടെ ക്യാമ്പിൽ നിന്ന് അന്നേരം തന്നെ വീടും കാര്യങ്ങളും എത്തി ഞങ്ങൾ പുറപ്പെടേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. അപ്പം ഏത് തരത്തിലും ഞാൻ ഇവളുടെ അടുക്കെ പറഞ്ഞപ്പോഴാണെങ്കിലും ആള് ഓക്കെ ആയിരുന്നു. ഒരു തരത്തിലുള്ള പ്രശ്നവുമില്ല, പോകാം, നമുക്ക് എങ്ങനെയാണെങ്കിലും പോകാം, അവിടെ ചെല്ലാം എന്നായി തന്നെയായിരുന്നു തീരുമാനം. അപ്പൊ രണ്ടുപേരും കൈ ചേർത്ത് പിടിച്ച് ഒരുമിച്ചെടുത്ത തീരുമാനം അല്ലേ? ഓക്കെ, ആ തീരുമാനത്തില് 2 കുട്ടികളും നിങ്ങൾ എല്ലാവരും കൂടെ അല്ലേ ഒരുമിച്ച് യാത്ര തിരിച്ച് അവിടുത്തെ കുട്ടികളെ കാണാനായിട്ട്? അതെ അതെ. 2 കുട്ടികളോട് 2 ചെറുപ്രായമായതുകൊണ്ട് 2 പേരും മാറി നിൽക്കില്ല. അപ്പൊ അവരെ കൊണ്ടുപോകാതെ വേറെ വഴിയില്ലാത്തതുകൊണ്ട് അവരും നമ്മുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. സ്വന്തം കുഞ്ഞുങ്ങളെയും കൊണ്ടുപോയി അവിടുത്തെ കുഞ്ഞുങ്ങളെ സ്വന്തമായിട്ട് കണ്ടവർക്ക് വേണ്ടതൊക്കെ ചെയ്തു കൊടുത്തു. അപ്പോൾ ഒരുപാട് സന്തോഷം ഇങ്ങനെയുള്ള വാർത്തകളൊക്കെ കേൾക്കുമ്പോഴത്തേക്കും. അത്രയും മനസ്സിലൊക്കെ അത്രയും നന്മയും സ്നേഹവും നമ്മുടെ ദൈവത്തിൻ്റെ അനുഗ്രഹമൊക്കെ ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ ചിന്തിക്കാനും പ്രവർത്തിക്കാനും ഒക്കെ കഴിയുന്നത്. അപ്പോൾ സഞ്ജേട്ടാ, നമുക്ക് ഇവിടെ നിന്നുള്ള യാത്രയിൽ, അതായത് ഇടുക്കി തൊട്ട് വയനാട് വരെ നിങ്ങൾ പിക്കപ്പിനാണ് പോയത്, നിങ്ങൾ കുടുംബം ഒന്നിച്ചാണ് പോയത്. അപ്പോൾ അവിടെ ഒരു ദൈവത്തിൻ്റെ സാന്നിധ്യം അത് ചേട്ടൻ കണ്ടത് എങ്ങനെയായിരുന്നു? അല്ലെങ്കിൽ ഒരു വഴികാട്ടിയായിട്ട് കൂട്ടത്തിലുണ്ട് എന്ന് തോന്നിയൊരു നിമിഷം, ഒരു സന്ദർഭം ഒന്ന് വിവരിക്കാവോ? നമ്മളിവിടുന്ന് വയനാട്ടിൽ യാത്ര തിരിക്കുമ്പോൾ നമ്മൾ വീട്ടിലും മറ്റുള്ളവരൊക്കെ ആയിട്ട് കാര്യങ്ങൾ വിളിച്ച് പറഞ്ഞു. അപ്പം വീട്ടിൽ നിന്ന് തന്നെയാണ് നമ്മൾക്ക് പറഞ്ഞത് പോകുമ്പോൾ ജപമാലയും ബൈബിളും കൈ കരുതണമെന്നാണ്. അത് നമ്മൾ ഇവിടുന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് അന്നേരം മുതൽ വണ്ടിയുടെ ഫ്രണ്ടില് ആ ബൈബിൾ ഉണ്ടായിരുന്നു. ആ ബൈബിള് നമ്മൾ തിരിച്ചു വീട്ടിൽ വന്നു കഴിയുമ്പോഴാണ് വാഹനത്തിൽ നിന്ന് ഇറക്കുന്നത്. അതുവരെ എന്താ പറയുക, നമ്മൾ പോയ വഴികളിലാണേലും ചില മാധ്യമങ്ങൾ നമ്മുടെ വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആ റിപ്പോർട്ടുകളിലാണേലും ഈ ബൈബിള് ഒരു ചർച്ചാ വിഷയമായിരുന്നു. ചിലർക്ക് അതിനെ അനുകൂലിക്കാനും ചിലരെ നമുക്ക് വഴികാട്ടി തന്നതാണെന്ന് പറയാനും ഒക്കെ ഒരു വിമർശനത്തിനും അത് ഇടയാക്കിയ ഒരു കാര്യമാണ്. പക്ഷെ നമുക്ക് എന്നിരുന്നാൽ തന്നെയും അതൊക്കെ ഒരു ശക്തിയായിട്ട് നമ്മൾ കണക്ക് കൂട്ടിയിരിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇത്രയും കിലോമീറ്റർ, നിസ്സാരമല്ല, ഒരു 1000-ന് മേളിൽ 1200-1300 കിലോമീറ്റർ നമ്മൾ മൊത്തത്തിൽ യാത്ര ചെയ്തിട്ടുണ്ട്. വയനാട് യാത്ര എന്ന് പറയുന്നത്. അപ്പൊ അത്രയും കിലോമീറ്റർ വാഹനം വഴി ഒരു തരത്തിലും വാഹനം ഒന്ന് വഴി കിടക്കുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു അപകടമോ ഒന്നും ഉണ്ടാകാതെ പിള്ളേരുടെ കാര്യമാണെങ്കിലും സുരക്ഷിതമായിട്ട് നമുക്ക് എത്തിച്ചേരാൻ സാധിച്ചത് അതിന്റെയൊക്കെ ശക്തി കൊണ്ട് തന്നെയാണ്. ഒത്തിരി വിമർശനങ്ങൾ നമ്മൾ പോയപ്പോൾ മുതലേ വിമർശിച്ചവരുമുണ്ട്, അനുകൂലിച്ചവരുമുണ്ട്. പക്ഷെ അനുകൂലിച്ചവരാണ് കൂടുതൽ. വിമർശനങ്ങളെ കൊണ്ട് നമ്മളത് കണക്ക് കൂട്ടുവാണെങ്കിൽ
അതിന് മാത്രമേ സമയം കാണത്തുള്ളൂ. നമ്മൾ ഇവിടുന്ന് പുറപ്പെട്ടപ്പോൾ ഓരോ വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. പകുതി വഴി തിരിച്ചു പോകേണ്ട അവസ്ഥ അങ്ങനെ ഉണ്ടായിരുന്നു. നമ്മളത് കണക്ക് കൂട്ടാതെ പോയത് കൊണ്ടാണ് നമ്മൾ പോയ കാര്യങ്ങൾ അവിടെ ക്യാമ്പിലുള്ളവരൊക്കെ ഈ വിമർശിച്ചവര് നിലവിൽ ആ മേപ്പാടി ക്യാമ്പിലൊന്നും എത്തിച്ചേർന്ന തീരുന്ന പ്രശ്നമുള്ളൂ. അവിടെ ചെന്ന് അവിടെ ഏറ്റവും കുറഞ്ഞത് ഒരു 10-12,000 ആളുകളുണ്ട്. ആളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയാ, ഇട്ടിരിക്കുന്ന ഡ്രസ്സ് മാത്രമായിട്ട് വന്നവരുണ്ട്. ആ ഡ്രസ്സ് പോലും ഉപയോഗിക്കാൻ പറ്റാതെ എല്ലാം നഷ്ടപ്പെട്ടിട്ട് ഒരു വീട്ടിൽ ഇത് ഒരാൾ മാത്രം രക്ഷപ്പെട്ടവര് കാണും. ചിലപ്പോൾ കുടുംബത്തോടെ രക്ഷപ്പെട്ടവര്, അവർക്ക് ബന്ധുമിത്രാദികളെ എല്ലാം നഷ്ടപ്പെട്ടവരുണ്ട്. അതുപോലെ രക്ഷപ്പെട്ടവർക്കും അവർക്ക് വീടുകളില്ല, തിരിച്ചൊന്നും ചെല്ലാനില്ല. മറ്റുള്ളവരെ ഒരാളെ ആശ്രയിക്കാതെ അവർക്ക് ഒരു നേരത്തെ ആഹാരം പോലും കഴിക്കാൻ പറ്റില്ലാത്ത അവസ്ഥയാണ്. അതായത് ഒരു ജീവിതത്തെ എന്താ പറയുന്നത്, അവര് ചെറുപ്പകാലം മുതൽ അധ്വാനിച്ചുണ്ടാക്കി വെച്ചത് മൊത്തം ആർക്ക് എന്ത് സഹായം കൊടുത്താലും അവരുണ്ടാക്കിയതിന്റെ അത്രയും ഒരിക്കലും അവരവസ്ഥ കാണുന്നത് ഒരിക്കലും വിമർശിക്കുന്നില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഇതിപ്പോ ഞാൻ പോലും ആണെങ്കിൽ നമ്മൾ ഈ വാർത്തകളൊക്കെ ഇങ്ങനെ കേട്ടിട്ടേ ഉള്ളൂ. അങ്ങനെ വാർത്തകൾ കേൾക്കുമ്പോഴത്തേക്ക് എന്ത് ബുദ്ധിമുട്ടായിരിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം, അവർക്ക് എന്താ വേണ്ടത് ചെയ്തു കൊടുക്കുക, അതിപ്പോൾ എല്ലാവർക്കും പറയാൻ എളുപ്പമാണ് ഓരോ കാര്യങ്ങളൊക്കെ. പക്ഷെ ഇതൊക്കെ നേരിട്ട് കണ്ട് മനസ്സിലാക്കി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങളെ കൊണ്ടാവുന്ന വിധത്തിൽ നിങ്ങൾ അവരെ സഹായിക്കുകയുണ്ടായി അല്ലേ. അപ്പം ഒത്തിരി എല്ലാം നഷ്ടപ്പെട്ട് കിടക്കുന്ന ആൾക്കാരെയൊക്കെ കണ്ടു. അപ്പോൾ അവിടുത്തെ ഒരു സാഹചര്യം ഇതെല്ലാം കണ്ടു അറിഞ്ഞു. അപ്പോഴത്തേക്കൊരു മാനസികാവസ്ഥ അതെന്തായിരുന്നു? നമ്മൾ ഏത് ക്യാമ്പിൽ കയറി ചെന്നാലും ഹോസ്പിറ്റലിൽ കയറി ചെന്നാലും എന്തെങ്കിലും ഒരു വിഷമമില്ലാത്തൊരു മനുഷ്യനും ഇല്ല. അത് തലേ ദിവസം കുടുംബത്തോടു കൂടി രക്ഷപ്പെട്ടവരുണ്ട്. അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കാണ് മക്കളും അതുപോലെ തന്നെ അച്ഛനും അമ്മയൊക്കെ ആയിട്ട് രക്ഷപ്പെട്ടത്. അല്ലാതെ ഉള്ളവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒഴുകി പോയ വഴിക്ക് ഏതെങ്കിലും തരത്തിൽ ഓടി രക്ഷപ്പെടാൻ പറ്റിയവരാണ്. അവരുടെ കൂടെ ഉള്ളവര് ചിലപ്പം മക്കളെ രക്ഷപ്പെട്ട അപ്പനും അമ്മയും വെള്ളത്തിൽ ഒഴുകി പോകുന്ന കണ്ണുകൊണ്ട് കണ്ട് നിൽക്കേണ്ടി വന്നവരുണ്ട്. മരണം കൺമുന്നിൽ കാണുക എന്ന് പറയുന്ന അവസ്ഥയിൽ പോയവരുണ്ട്. ഇതുവരെ മൃതദേഹങ്ങൾ ലഭിക്കാത്തവരുണ്ട്. നമ്മളവിടെ ഉണ്ടായിരുന്ന സമയത്ത് നമ്മൾ ആ മോർച്ചറിയുടെ സൈഡിലോട്ടൊക്കെ നമ്മൾ ചെല്ലുന്ന സമയത്ത് ചിലപ്പോൾ കൈയും കാലും ഒക്കെ വരുമ്പോൾ അതിന്റെ വരെ അടയാളം നോക്കി വിരളം കണ്ട് തിരിച്ചറിയാൻ ശ്രമിക്കുന്നവരെ വരെ നമുക്ക് അവിടെ കാണാൻ സാധിക്കും. അതൊക്കെ വലിയ ഒരു ബുദ്ധിമുട്ടാണ്. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ സ്വർഗത്തിൽ ജീവിക്കുന്നവരാണ്. ഓക്കെ ചേച്ചി, അപ്പോൾ വയനാട്ടിൽ പോയിട്ട് തിരിച്ചു വന്നു. അപ്പോൾ അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തു, തിരിച്ചു വന്നു. ചേച്ചി ഇവിടെ ഉപ്പുതറ സെന്റ് മേരീസ് ചർച്ചിലെ ഇടവകാംഗമാണ്. അപ്പോൾ എങ്ങനെയായിരുന്നു ഇടവകയിലുള്ളവരുടെയും നാട്ടുകാരുടെയും വീട്ടുകാരുടെയും പ്രതികരണങ്ങൾ? ഇങ്ങനെയൊക്കെ ഒരു കാര്യം ചെയ്തതിന് ശേഷം നമ്മൾ തിരിച്ച് ഇടുക്കിയിലേക്കൊക്കെ എത്തിയപ്പോൾ എങ്ങനെയായിരുന്നു അവരുടെ പ്രതികരണം ഒന്ന് പറയാമോ? തിരിച്ച് വന്നതിന് ശേഷം എല്ലാ പ്രതികരണം എന്ന് വെച്ചാൽ എല്ലാവരും നല്ല അഭിനന്ദനങ്ങളായിരുന്നു. നമുക്ക് കൂടുതൽ എല്ലാവരും പറയുന്നത് നമ്മൾ ആരും ചിന്തിക്കാത്ത ഒരു കാര്യമാണ് നിങ്ങൾ ചെയ്യുന്നത്, നിങ്ങളൊരു മാതൃകയായി മാറി എന്നുള്ളതായിരുന്നു എല്ലാവരും പറഞ്ഞത്. നാട്ടുകാരാണെങ്കിലും അതായത് നമുക്ക് ഈ നിമിഷം വരെ നമുക്ക് അഭിനന്ദനങ്ങളായിരുന്നു. നമ്മുടെ ഇടവകയിൽ നിന്നാണെങ്കിലും ഇൻഫാമിൻ്റെ ഇതിൽ നിന്നും നമുക്ക് അഭിനന്ദനങ്ങളാണ്. വികാരി അച്ഛൻ, അങ്ങനെ ഒരുപാട് നമുക്ക് അഭിനന്ദനങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. എല്ലാവരും നല്ല അഭിപ്രായം. ഓക്കെ, എല്ലാവർക്കും നല്ല സന്തോഷം. ഇപ്പം ഇങ്ങനെ ഒരു നല്ല കാര്യം ചെയ്യുന്നതിന് എല്ലാവരും അഭിനന്ദിച്ചു അല്ലേ? നമ്മുടെ ഈ ഒരു ഉപ്പുതറ ഒരു ഇടവകയിൽ നിന്ന് പോയതിൽ നിന്ന് അവർക്ക് എല്ലാം ഭയങ്കരമായി. ഓക്കെ, അപ്പം ഉപ്പുതറയുടെ മാത്രമല്ല നമുക്ക് എല്ലാവർക്കും അഭിമാനം എന്ന് പറയാം, ഭാവന ചേച്ചിയും കുടുംബത്തെയും. നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ ഏതാനും വർഷങ്ങൾക്കുള്ളിൽ കുറേ അപകടങ്ങളും ദുരന്തങ്ങളും ഒക്കെ നടന്നു അല്ലേ? അപ്പോൾ ഓരോ ദുരന്തങ്ങളും അപകടങ്ങളും നടക്കുമ്പോഴും ഓരോ നന്മ മനസ്സും ഒക്കെ ഉണ്ട്. പക്ഷേ ഈ ഇടയ്ക്ക് നടന്ന നമ്മുടെ വയനാട്ടിലെ ദുരന്തത്തിൽ ഏറെ വ്യത്യസ്തമായിട്ട് നമ്മുടെ ഭാവന ചേച്ചിയും കുടുംബവും അവർക്ക് വേണ്ടി അവിടുത്തെ കൊച്ചുകുട്ടികൾക്ക് വേണ്ടി ചെയ്തു കൊടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ അത് വളരെ വലിയൊരു കാര്യം. അതിലൊക്കെ വളരെയധികം സന്തോഷിക്കുന്നു. അപ്പോൾ ഈ ഒരു കുടുംബത്തെ ദൈവം സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. എല്ലാവരുടെയും പ്രാർത്ഥനയും സന്തോഷവും ഒക്കെ നിങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കും. അപ്പം നമുക്ക് ഈ കുടുംബത്തിന് റെഡ്സ് മീഡിയയുടെ പേരിൽ നന്ദി പറയുന്നു.